ഹലോ ഡിയേഴ്സ്, ഇൻസ്റ്റയിൽ പല സ്ത്രീകളും എന്നോട് വന്ന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ലെസ്ബിയൻ ആണോ എന്നൊരു സംശയമുണ്ട് ചേച്ചി, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? ആദ്യം ഞാനൊരു പുരുഷനെ കല്യാണം കഴിച്ചെങ്കിലും പിന്നീട് ഒരു സ്ത്രീയായിട്ട് ലൈംഗികത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അതുപോലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ലെസ്ബിയനായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ എന്നോട് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ലെസ്ബിയൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അവരുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഹെട്രോസെക്ഷൽ ആണോ, ബൈസെക്ഷൽ ആണോ, ഹോമോസെക്ഷൽ ആണോ, ഇതെന്താണെന്ന് ഇവർക്ക് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലെസ്ബിയൻ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. പോൺ അഡിക്ഷൻ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അത് വളരെയധികം അവരുടെ ലൈംഗിക ജീവിതത്തിലും അല്ലാത്ത ജീവിതത്തിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അതിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ആകാൻ സഹായിക്കുന്ന ഒരു ഓഡിയോ ബുക്കാണിത്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ റിക്കവർ ആകണമെന്നും എന്തൊക്കെ സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കണമെന്നും അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളെ പറ്റിയിട്ടൊക്കെ വിവരിച്ചിട്ടുള്ള ഒരു ഓഡിയോ ബുക്കാണ്. മസ്റ്റായിട്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ. നിങ്ങൾ അതിന് അഡിക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കേട്ടിരിക്കണം. കുക്കോ ഫമ്മിലാണ്. 7 ദിവസം നിങ്ങൾക്കറിയാലോ ഫ്രീ ട്രയലാണ്. നിങ്ങൾക്ക് 7 ദിവസം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാവും. ഒരുപാട് ഓഡിയോ ബുക്സ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ടതും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്കിത് ഈ കുക്കോ ഫമ്മിൽ ഈ ഓഡിയോ ബുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കുക്കോ ഫം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തേക്ക് പോയിട്ട് കേൾക്കൂ കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ സെക്ഷൽ ഓറിയൻറ്റേഷനെ ഡിസൈഡ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങളുടെ മാത്രം പേഴ്സണൽ ചോയ്സാണ്. കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് സമൂഹവും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങളൊരു ലെസ്ബിയൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? നിങ്ങൾക്ക് ചില സ്ത്രീകളെ കാണുമ്പോൾ അവരോട് ഡേറ്റ് ചെയ്യാനും റൊമാൻറ്റിക്കൽ ഒരു അട്രാക്ഷനൊക്കെ തോന്നുക. ഈ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന ഒരു സുഖം എന്നൊക്കെ പറയത്തില്ലേ, ബട്ടർഫ്ലൈസ്, അത് തന്നെ. മറ്റ് സ്ത്രീകൾ നിങ്ങളോട് ക്ലോസ് ആകുന്ന പോലെയൊക്കെ നിങ്ങൾ തിങ്ക് ചെയ്യാറുണ്ടോ? ചിലപ്പം കൈയൊക്കെ കോർത്ത് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് അടുത്തിരിക്കുമ്പോഴോ ഒക്കെ അവരോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ഓപ്പോസിറ്റ് സെക്ഷനിലാണ് ഇപ്പോൾ പുരുഷന്മാരെയൊക്കെ കാണുമ്പോൾ ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അങ്ങനത്തെ മൂവിയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാണും പെണ്ണും തമ്മിലുള്ള റൊമാൻറ്റിക് സീനൊക്കെ നിങ്ങൾക്ക് സിനിമയിലോ ടി വിയിലോ ഒക്കെ കാണുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കാണാൻ. അങ്ങനെ ഉണ്ടോ? ചില സ്ത്രീകൾ കാണുമ്പോൾ കൊള്ളാലോ, അവൾ ഹോട്ടാണല്ലോ, ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടോ? അല്ല അവരെ ഉമ്മ വെക്കുന്നതായിട്ടോ അവരുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടൊക്കെ ഇമാജിൻ ചെയ്യാറുണ്ടോ? ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിനൊക്കെ എസ്സാണ് നിങ്ങളുടെ ആൻസറെങ്കിൽ നിങ്ങൾ ലെസ്ബിയൻ ആണ്. എന്നിട്ടും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേറൊരു മാർഗമുണ്ട്. ഗൂഗിളിൽ പോയിട്ട് ആ മൈ ലെസ്ബിയൻ ക്വിസ് പോയിട്ട് നോക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾ ആൻസർ ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾ ലെസ്ബിയൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ വേറൊരു ടെസ്റ്റാണ് ESOI. അതുപോലെ കിൻസി സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്കെയിലുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ലെസ്ബിയൻ ആണെന്ന് അറിഞ്ഞു, നിങ്ങൾ എന്നോട് പലരും വന്ന് സംസാരിച്ചപ്പോൾ ഭയങ്കര ടെൻഷനായിട്ട്, അയ്യോ ഞാൻ എന്താ ചെയ്യണ്ടേ, എന്നെ സമൂഹം അംഗീകരിക്കൂ, ഇങ്ങനെയൊക്കെയുള്ള ലെവലിൽ എന്നോട് വന്ന് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെപ്പറ്റി പോസിറ്റീവായിട്ട് സംസാരിക്കുക. ഭയങ്കര ഡിപ്രഷൻ അയച്ച് മരിക്കണം എന്നുള്ള ലെവലിലേക്കൊക്കെ വന്നിട്ടുള്ളവരുണ്ടായിരുന്നു. അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെയാണ്, ഇത് നോർമലാണ്. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്. എൻ്റെ ഫീലിങ്സ് വാലിഡാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഞാൻ അർഹയാണ്. ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് എടുക്കുക. ഞാനായിട്ട് ജീവിക്കും. ഐ ആം പ്രൗഡ് ഓഫ് ഹൂ ഐ ആം. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ഡിപ്രഷനായി പോവും. എനിക്ക് എന്നെ മറ്റുള്ളവരെ കഴിഞ്ഞ് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാറാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട് അറിയുക, അതിൽ ഇൻവോൾവ് ആകുക. അതുപോലെ LGBTQ+ പറ്റിയിട്ട് അറിവുള്ളവരായിട്ടിരിക്കുക. അപ്പോൾ ഇവരോട് പറയാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളായി ജീവിക്കുക. സമൂഹത്തിനോട് പറയാനുള്ളത് ഇവരായിട്ട് ജീവിക്കാൻ വേണ്ടി അനുവദിക്കുക എന്നുള്ളതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.